കിൽ സോ കിൽ കിൽ വാട്ട് എ മൂവി. ഇമാതിരി ഒരു സിനിമ, അത് നമ്മുടെ ഇന്ത്യൻ പനോരമയിൽ ഐ നെവർ എക്സ്പെക്റ്റഡ്. നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊരു ഇന്ത്യൻ സിനിമയ്ക്കകത്ത് എക്സ്ട്രീം. ഈ സിനിമ ശരിക്കും ഒരു ട്രിബ്യൂട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ റിയൽ ഹീറോസ്, NSG കമാൻഡോസ്. ഇത്തരത്തിലൊരു ഹാർഡ് കോർ മൂവിക്കകത്ത് ഓഡിയൻസ് ഫുള്ളി കൺവിൻസ്ഡ് ആകുക എന്ന് പറയുന്നതാണ് വളരെ പാട്. ഇത് ഫുള്ളി കൺവിൻസ്ഡ് ആവും, നമ്മൾ തന്നെ അങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞു പോകും, അടിച്ച് പൊളിക്കാം. ആ വിധത്തിലാണ് മൂവി എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു സിനിമ തുടങ്ങി ആദ്യം മുതൽ, ഇത് ശരിക്കും എക്സാജറേഷൻ അല്ല, എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. സിനിമ തുടങ്ങുന്നിടം മുതൽ NSG കമാൻഡോസിനെയാണ് കാണിക്കുന്നത്. അപ്പം മുതൽ നമുക്ക് ആ ഒരു അഡ്രിനാലിൻ റഷ് ഫീൽ ചെയ്ത് തുടങ്ങും. സിനിമ തുടങ്ങി കുറച്ച് പോർഷൻസ് ഒക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഒരു ട്രെയിനിനകത്തുള്ള ജേണിയാണ്. ആ ജേണി അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ പരിപാടി തുടങ്ങിയാണ്. അപ്പം അവിടെ മുതൽ അങ്ങനെ അഡ്രിനാലിൻ റഷ് തുടങ്ങി. ഈ സീറ്റഡ്ജ് എന്നൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, എൻ്റെ അടുത്തിരുന്നവരൊക്കെ അങ്ങ് കണ്ണടച്ചിരിക്കുന്നുണ്ടായിരുന്നു ചില സീനുകളൊക്കെ കണ്ടിട്ട്. അത്രയും നല്ല വിഷ്വൽ പോർട്രേയിങ് ഉണ്ട്. ആ ഒരു അടിച്ച് പൊളിക്കുന്നതായിരുന്നാലും വെട്ടും കുത്തുമായിരുന്നാലും കുട്ടികൾക്ക് പറ്റിയ സിനിമയല്ല. സർട്ടിഫിക്കറ്റ് ആണ്. എനിക്ക് തോന്നുന്നു ചിൽഡ്രൻ ബിലോ 18 years of age ആർ നോട്ട് അഡ്വൈസ് ടു വാച്ച് ദിസ് മൂവി. പിന്നെ ഈ മൂവിയുടെ ടെക്നിക്കൽ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഔസം. വിശാൽ മിശ്രയാണോ എന്നൊരു സംശയം, എന്തോ സംതിങ് അങ്ങനെ ഒരു പേരുണ്ട്. അനിമലിലൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഔസം. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ സിനിമയുടെ ഓരോരോ സീനുകളെ ഓൾറെഡി സീൻ ഹെവി ലിഫ്റ്റഡ് ആണ്, അതിനെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടെ വെച്ചുകൊണ്ട് അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് മൂവീസൊക്കെ വാച്ച് ചെയ്യുന്ന ആ ഒരു ഫീലുണ്ട്. ആ ബീറ്റ്സ് ആയിരുന്നാലും ആ ഫൈറ്റ് സീക്വൻസിലുള്ള ബീറ്റ്സ് ആയിരുന്നാലും ഓസം, വേറെ ഒന്നും പറയാനില്ല. പിന്നെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ്, അത് ശരിക്കും ആക്ഷൻ കോറിയോഗ്രാഫിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എക്സ്ട്രീം ലെവൽ ഓഫ് ആക്ഷൻ കോറിയോഗ്രാഫി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഷോർട്സ് ഒക്കെ ചിത്രീകരിക്കുന്ന ആ ഒരു വിഷ്വൽ ഡിപ്പാർട്ട്മെന്റും കൂടെ അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാമറ, ഗിംബൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എക്സ്ട്രീമാണ്. അവിടെയാണ് ആ ഒരു വിഷ്വൽ പോർട്രേയിങ് എത്രത്തോളം സിനിമയുടെ ആ ഒരു ഹാർഡ് കോർ വയലൻസിന് നമുക്ക് ഓഡിയൻസിന് ആ ഒരു ലൈവ് ഫീൽ കൊടുക്കുന്നത്. കമ്പോസ് ചെയ്തിരിക്കുന്നത്, കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന ചൈനീസ് മാർഷൽ ആർട്സ് ട്രെയിനർ ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഹെവി ആ ഏരിയയൊക്കെ ഒരു ഹോളിവുഡ് മൂവി മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കണക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ ഹിന്ദി സിനിമകളുടെ റിവ്യൂവിൽ പറയുന്നതാണ്, എത്രയായിരുന്നാലും ഹിന്ദി സിനിമയല്ലേ, കുറച്ച് ഇല്ലോജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതിനകത്ത് ട്രെയിൻ, ആദ്യം കാണിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിഫൈഡ് ട്രെയിനാണ്. അപ്പോൾ ഈ ഇലക്ട്രിക് ട്രെയിനിൻ്റെ മണ്ടയ്ക്കൂടെയൊക്കെ ഓടുന്നത് അത്ര ഈസി അല്ല. കാരണം ഒരാൾ എങ്ങനെ മൂവ് ചെയ്തിരുന്നാലും അതിൻ്റെ ആ ഒരു ഈ കേബിളിൽ ടച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ കുറച്ചൊരു ലോജിക്കലായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ VFX ഒക്കെ വെച്ചാണ് അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ അത് മാത്രം ഒഴിവാക്കിയിരുന്നെങ്കിൽ ഇത് പ്യുവർ റിയലിസ്റ്റിക് ടൈം ഫ്രെയിമായി മാറിയനെ. നമ്മുടെ പക്കത്തെ റോഡാണ്. ഇവിടെയൊക്കെ നമ്മളെ ഇന്ത്യൻ താത്ത മർമാണി താത്തേനെ കൊണ്ടുവന്ന മർമാണി താത്തയുടെ നടുപൊടി. എന്താ റോഡ് മനോഹരം. ഇത് 5 years ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഗംഭീരമാണ്. അത് പോട്ടെ. അപ്പോൾ എന്തായാലും സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം മൂവി. നിങ്ങളൊരു പക്ക ആക്ഷൻ മൂവി കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്നൊരു എന്തെന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. എനിവേ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ മൂവി ഒട്ടും അഡ്വൈസ്ഡ് അല്ല. ഈവൻ എനിക്ക് പോലും പല സീക്വൻസുകളും കണ്ടപ്പോൾ ഞാൻ കണ്ണടച്ചു, ടു ബി ഫ്രാങ്ക്. കാരണം അത്രയ്ക്ക് അത് വിഷ്വലി കാണിക്കുവാണേ. അപ്പോൾ നമുക്കത് അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ NSG കമാൻഡോസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആ സീൻസ് എല്ലാം വളരെയധികം കൺവിൻസ്ഡ് ആവുന്നു നമ്മൾ. ബിക്കോസ് ദേ ആർ ട്രെയിൻ ഫോർ ദാറ്റ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏതൊരു സിറ്റുവേഷനിലും ഇതുപോലെ തന്നെ അവർ ഹാൻഡിൽ ചെയ്യുന്നു. ഇതിൽ ഏറ്റവും നല്ല ഒരു സീൻ എന്ന് പറയുന്നത് ഇവരെ ഈ ബണ്ടിറ്റ് ചോസിൻ്റെ കഥയാണ്. അപ്പോൾ ഒരു ട്രെയിനിനകത്ത് അവരുടെ അറ്റാക്കും അവർ ചോരി, അതായത് തെഫ്റ്റ് നടത്തി പോകുന്നതും ഒക്കെയാണ് ഇതിന്റെ സംഭവം സീക്വൻസ്. അപ്പൊ ഇവർ ഈ 2 NSG കമാൻഡോസിന്റെ അടുത്തും ചെന്ന് അവരുടെ ഫോൺ, പേഴ്സ് ഇതൊക്കെ വാങ്ങിക്കും. അപ്പൊ ഇവർ കൊടുക്കുന്ന ഒരു ഷോട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാം നമുക്ക് നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ് എന്നുള്ളത്. ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഞാൻ എടുത്ത് കൊടുക്കുമ്പോൾ ഇവർ വളരെ ഗെയിം കളിക്കുന്ന കണക്ക് ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുക്കുമ്പോഴേക്കും അവരിങ്ങനെ അവരെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്യുവാണ്. കാരണം ഇവന്മാരുടെ മൂവ്മെന്റ് എന്താണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ ഉടൻ ആക്ഷൻ തുടങ്ങണം. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം വാട്ട് നെക്സ്റ്റ് എന്നുള്ള നമുക്ക് ഫീൽ ചെയ്യും. അടുത്ത അഡ്രിനാലിൻ റഷിനുള്ള ആ ഒരു ഫീൽ തന്നിട്ടാണ് നെക്സ്റ്റ് സീനിലോട്ട് പോണത്. സോ ഈ മൂവിക്ക് ഞാൻ ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ മേക്കിംഗ് അത്ര ഗംഭീരമാണ്. നമ്മൾ ഇന്ന് വരെ ഒരു ഇന്ത്യൻ മൂവിയിൽ കാണാത്ത ഒരു പെർഫെക്ഷൻ ഈ മൂവിക്കകത്തുണ്ട്. സ്ക്രീൻ പ്ലേയിലായിരുന്നാലും കാരണം അതിനകത്ത് ഒരു ചെറിയൊരു ലവ് സ്റ്റോറിയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. അതിനൊക്കെ ഇത് ഈ ഒരു സീക്വൻസിൽ കൊണ്ട് ട്രീറ്റ് ചെയ്യുക അത്ര ഈസി അല്ല. അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളി റെൻഡർ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടിഫുള്ളി
നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റ് പ്ലേസ്മെന്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യും. ഇവിടെ തന്നെയാണ് ആ ട്രാൻസിഷൻ പോകേണ്ടതെന്ന് നമുക്ക് ആ ഒരു ഇത് അനുഭവിക്കുന്ന ഒരാളുടെ മനസ്സിലുള്ള വികാരങ്ങൾ ആ ട്രാൻസിഷനിലൂടെ പാസ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്കത് പ്യുവർലി അത് നമ്മളിലേക്ക് കണക്ട് ആവും. ദാറ്റ്സ് ഓസം. വേറെ എന്തെങ്കിലും വിട്ടുപോയായിരുന്നു? മ്യൂസിക് ഞാൻ പറഞ്ഞു, ദെൻ ആക്ഷൻ കോറിയോഗ്രാഫി, പിന്നെ വി എഫ് എക്സിൽ കുറച്ച് ഈ ഒരു ട്രെയിനിന്റെ മണ്ടയ്ക്കുള്ള കളി വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ ആ ഒരു അതുവരെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു റിയലിസ്റ്റിക് ബിൽഡപ്പ് ഈ ഒരു സാധനത്തിൽ നമുക്ക് ഇതൊരു ഹിന്ദി സിനിമയായി മാറിയല്ലോ എന്നുള്ളൊരു ഫീൽ തന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാം കൺവിൻസിങ് ആണ്. IMDbയിൽ ഇവരുടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഈ സിനിമയിലെ വില്ലൻ ഹെവി വില്ലൻ. ആൻഡ് മോർ ദാൻ ദാറ്റ് NSG കമാൻഡോസ് ആർ ലൈക്ക് റിയൽ കമാൻഡോസ്. അവരുടെ ബോഡി മേക്ക് ഓവർ ആയിരുന്നാലും ഇവർ IMDbയിൽ ആ ഒരു ഇന്റർവ്യൂ കിടപ്പുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ ഏതാണ്ട് സിനിമ കാണുന്ന കണക്ക് തന്നെ അവർ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പല സീക്വൻസുകളും എങ്ങനെയാണ് ഷോട്ട് എടുത്തതെന്നുള്ളതൊക്കെ IMDbയിൽ കിടക്കുന്ന വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ സിനിമ ഇതാണ്. പിന്നെ നിങ്ങൾ തീരുമാനിക്കും ഇത് കാണണോ വേണ്ടേ എന്നുള്ളത്. പിന്നെ റേറ്റിംഗ് നിങ്ങൾ IMDbയിൽ നോക്കുമ്പോൾ അറിയാം. ഇത് തിയേറ്ററിൽ കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സംശയം. കാരണം ട്രിവാൻഡ്രത്ത് ഞാൻ പലപ്പോഴും ലുലു മോളിൽ PVR ഉണ്ടായിരുന്നു. അവിടെ 10:30 ഷോസേ ഉണ്ടായിരുന്നുള്ളൂ, നൈറ്റ് ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എങ്ങനെ ഇത് കാണുമെന്നുള്ളത് ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് ആറ്റിങ്ങൽ ഡ്രീംസിൽ ഇത് എടുത്തിട്ടത്. അപ്പോൾ എന്തായാലും ഇനിയും സ്ക്രീൻ 1 ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ ഈ അഡൽട്ട് മൂവി എന്ന് പറയുന്നത് പ്യൂർലി ഫോർ ദ വയലൻസ്, അത്രയും എക്സ്ട്രീം വയലൻസ് ആണ്. അനിമൽ മൂവി കണ്ടതൊന്നും അല്ല, അതിനപ്പുറത്തുള്ള എക്സ്ട്രീം വയലൻസ് ആണ്. അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള വയലൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്യൂർലി അഡൽട്ട്സ് ഓൺലി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ കില്ലിങ് ഏതാണ്ട് 40 പേര് ഈ 2 NSG കമാൻഡോസ് അടിച്ച് നിരത്തുന്നതാണ് മൂവി. അപ്പോൾ ഈ 40 കില്ലിങ്ങും യുണീക്കാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ ഇന്റർവ്യൂവിൽ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓരോരോ കില്ലിങ്ങും യുണീക്കാണ്, അതെല്ലാം കാണിക്കുന്നുമുണ്ട്. സോ ദാറ്റ്സ് അൾട്ടിമേറ്റ് വയലൻസ്. എൻ്റെ അമ്മേ, സിനിമ ഇത്രയും എന്താ പറയുക, അഡ്രിനാലിൻ റഷ് എന്ന് മാത്രമല്ല, നമുക്ക് NSG കമാൻഡോസിന്റെ സൈഡിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കും ഇവരൊക്കെ എന്തായിരിക്കും ഇവരുടെ റിയൽ പെർഫോമൻസ്. ഒരു മൂവിയിൽ ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ട്രെയിൻ ഫോർ ദാറ്റ്. പല രാജ്യങ്ങളിലും വിട്ടവർ ആ രീതിയിലുള്ള എക്സസൈസസ് അവരെ പഠിപ്പിക്കുന്നുണ്ട്. ബട്ട് ഒരു അൾട്ടിമേറ്റ് കോമ്പാറ്റ് ഓപ്പറേഷനൊക്കെ അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ നല്ലൊരു വിഷ്വൽ അപ്പീൽ ഈ മൂവി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മൂവി, മസ്റ്റ് വാച്ച് മൂവി. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ നേഷൻ്റെ സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിനെയും കൂടെ അവർക്കും കൂടെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിൽ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ 100% നമ്മൾ ഈ മൂവിയിൽ കൺവിൻസ്ഡ് ആവും. കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഈ വർഷമല്ല, ഈ ലൈഫ് ടൈമിൽ ഒരു ഇന്ത്യൻ മൂവി കണ്ടാൽ വൺ അമംഗ് ദ ബെസ്റ്റ്, വൺ അമംഗ് ദ ജെം മൂവി. അപ്പോൾ എന്തായാലും ഡു വാച്ച് ദിസ് മൂവി, ഫീൽ ദ അഡ്രിനാലിൻ റഷ് ഫ്രം ബിഗിനിങ് ടിൽ ദ എൻഡ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.